നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസം ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ എന്ന് തന്നെ അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ഒരുത്തന്റെ വിടുവായത്തം നമ്മൾ കേട്ടതാണ്. അതായത് ഭഗവത്ഗീത ഭഗവാൻ കൃഷ്ണൻ വിളിച്ച തെറികളുടെ സംസ്കൃതത്തിലുള്ള രൂപമാണ്, ഭാവമാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞ ആ ദുഷ്ടന്റെ വാക്കുകൾ കേട്ട് അതിനെതിരെ കൃത്യമായിട്ടും ഹിന്ദു സമൂഹം പ്രതികരിച്ചത് കൊണ്ട് തന്നെ അയാൾ മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നത് ആരിഫ് ഹുസൈൻ തെരുവോത്ത് എന്ന് പറയുന്ന നിരീശ്വരവാദി, അതല്ലെങ്കിൽ എത്തിസ്റ്റ്, അതല്ലെങ്കിൽ അദ്ദേഹം മതം വിട്ട ആ ഒരു വിഭാഗത്തെ എക്സ് മുസ്ലിമിൽപ്പെട്ട വിഭാഗമാണ്. നിരീശ്വരവാദികളാണ് ഇവരെല്ലാവരും. ഈ ആരിഫ് ഹുസൈൻ സാറിനെ സത്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് പേഴ്സണൽ ആയിട്ട് ബന്ധമുണ്ട്. നമ്മുടെ ചാനലിൽ പല ചർച്ചയ്ക്കുമൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനമാണ്. കാരണം അദ്ദേഹം വിമർശിക്കുന്നത് കൃത്യമായിട്ടും അറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഭാഗം മാത്രമേ വിമർശിക്കാറുള്ളൂ. അതല്ലാതെ ഈ ടോമി സെബാസ്റ്റ്യന്റെ പോലെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ എല്ലാവരെയും കയറി അങ്ങോട്ട് വിമർശിക്കുക, അതിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ ദേഹത്തോട്ടാകുമ്പോൾ ഹിന്ദുക്കൾ പ്രതികരിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള അധികാരമൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിന് നേരെ ഘടകവിരുദ്ധമായി തന്നെയാണ് ആരിഫ് ഹുസൈൻ സാറിനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് അറിവുള്ള ഭാഗങ്ങൾ മാത്രമേ, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മുസ്ലിം എന്ന് പറയുന്ന അദ്ദേഹം ജനിച്ചു വളർന്ന എത്രയോ വർഷം വിശ്വാസിയായി നടന്ന ആ ഒരു മതത്തെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ടും വിമർശിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ജാമിദ ടീച്ചറും ചെയ്യുന്നത്. അവർക്ക് അറിയുന്ന ഭാഗങ്ങൾ മാത്രം, അറിയുന്ന വിഭാഗത്തെ മാത്രം അതിൽ നവോത്ഥാനം വരാൻ വേണ്ടിയിട്ടാണ് അവർ വിമർശിക്കുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈൻ സാറിന്റെ ചാനലിൽ കണ്ട ഒരു ഓഡിയോ, ഒരു കൃത്യമായിട്ടൊരു ഗംഭീരമായിട്ടുള്ള ഒരു ടെലഫോൺ സംഭാഷണമാണ്. അത് ഇവിടെ മാന്യ പ്രേക്ഷകർക്ക് മുൻപിൽ ഞാനിവിടെ വെക്കുകയാണ്. നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി മാത്രം കണ്ടാൽ മതി. പിന്നെ ഒരു മുൻകൂറായിട്ട് പറയേണ്ടതുണ്ട്, ജാഗ്രത. ഇത് കേട്ട് ചിരിച്ച് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ ഞാനോ നമ്മുടെ ചാനലോ ഉത്തരവാദിയല്ല. അതുകൊണ്ട് അറ്റാക്ക് ഉള്ളവരൊന്നും വല്ലാതെ ഇത് കേൾക്കാൻ നിൽക്കണ്ട. അല്ലാത്തവർ ഭംഗിയായിട്ട് തന്നെ ഇത് കേൾക്കുക. ഇത് ആരുമായിട്ടാണ് സംഭാഷണം ഉണ്ടായത് എന്നുള്ളത് ആ ചങ്ങാതിയുടെ പിക്ചർ ഞാനിവിടെ ഇടാം. അദ്ദേഹം ആവേശകുമാരൻ എന്നാണ് ഈ പറയുന്ന ചെറുക്കന്, ഒരു ചെക്കനാണ്, ചെറിയ ചെക്കനാണ്. ആ ചെക്കന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ വലിയ വലിയ വാക്കാണ്. പക്ഷെ 10 പൈസക്ക് വിവരമില്ലാത്ത ഒരു മദ്രസ പൊട്ടനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ മദ്രസ പൊട്ടനുമായിട്ട് ആരിഫ് ഹുസൈൻ സാർ നടത്തിയ ആ ഒരു ഡിബേറ്റ്, ഗംഭീര ഡിബേറ്റാ. ചിരിച്ച് ചത്താൽ ഞാനോ ചാനലോ ഉത്തരവാദിയല്ല എന്ന് വീണ്ടും പറയാണ്. കേട്ടു നോക്കാം നമുക്ക് ആ ഡിബേറ്റ്. എനിക്ക് ചോദിക്കാണ് നിങ്ങൾ ഏത് നിമിഷമാണ് മാറ്റത്തിലാണ് ചോദിച്ചത്? ഏത് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മാറ്റം നോക്കിയപ്പോഴാണ് നിങ്ങൾ മാറ്റം നിങ്ങൾക്ക് വേണ്ട, ഇത് തെറ്റാണ്, ഇതിന് പിന്നാലെ പോയിട്ട് കാര്യമില്ല, ഇത് പറയുന്നത് മൊത്തവും പൊള്ളയാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ കോമഡിയാണ്, നിങ്ങൾക്ക് തോന്നിയ ഏത് നിമിഷം? ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതയും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന അടിമ വ്യവസ്ഥയും. ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതയെ പറ്റി അല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞ ദൈവം ഇല്ല എന്നാണ്? ദൈവം ഇല്ല എന്നല്ലല്ലോ ഇപ്പൊ പറഞ്ഞത്. ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതയും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന അടിമ വ്യവസ്ഥയും, ഇത് രണ്ടുമാണ് എന്നെ മതത്തിന് പുറത്തെത്തിച്ചത്. ഖുർആൻ എവിടാ സുഹൃത്തെ ഈ പറഞ്ഞ സ്ത്രീ വിരുദ്ധതയെ പറ്റി സംസാരിക്കുന്നവരായിട്ട് പറ? ഖുർആനിൽ തന്നെ വേണോ അതോ എവിടുന്നായാലും മതി ഇസ്ലാമിൽ നിന്ന്? ഹദീസുകൾ 200 വർഷങ്ങൾക്ക് പോയിട്ട് ഇവിടുന്ന് സഹിയാണെന്നും പറഞ്ഞ ഹദീസ് വന്നാൽ, അങ്ങനെ ടൈറ്റാനിക് കപ്പല് 100 വർഷം മുമ്പ് മുങ്ങിയ കപ്പലിൽ ഇരുന്നത് അവർ 10 പേര് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ 10 പേര് 10 അഭിപ്രായം പറയും. ഹദീസ് എടുക്കാത്ത ആളാണ് ഞാൻ. ഹദീസ് കറക്റ്റ് ആവണമെന്നുണ്ട്. ഖുർആൻ എതിരായിട്ട് ഹദീസ് വന്നാൽ ഹദീസിനെ തള്ളും. അതിന് ഏത് മഹാന്റെ ഹദീസ് ആയാലും തള്ളും. സഹിഹ ഹദീസാണെങ്കിലും തള്ളും. സഹിയായിട്ടുള്ള ഹദീസാണെങ്കിലും തള്ളും. യുക്തിക്ക് നിരക്കാത്ത ഒരു ഹദീസ് എങ്ങനെ വരാം? പിന്നെ എങ്ങനെ തള്ളുന്നത്? യുക്തിക്ക് നിരക്കാത്ത ഹദീസോ? യുക്തിക്ക് നിരക്കാൻ പറ്റാത്ത ഹദീസ് ആണെങ്കിൽ തള്ളാൻ പറ്റും. ഖുർആൻ ഇതായിട്ട് നിൽക്കുവാണ്, ഹദീസ് നിൽക്കുന്നെങ്കിൽ ഹദീസിനെ തള്ളിക്കളയും. അപ്പൊ ഹദീസ് തള്ളാനുള്ള മാനദണ്ഡം യുക്തിയാണോ? ഹദീസ് യുക്തിയാണ്. ഖുർആൻ തന്നെ ഞാൻ നിങ്ങൾ പറയുന്നു, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഓരോന്നോരോന്ന് പറയൂ. വെല്ലുവിളിയൊക്കെ നമുക്ക് ആവാം, ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഹദീസ് എടുക്കണോ തള്ളണോ എന്ന് അറിയാനുള്ള മാനദണ്ഡം യുക്തിയാണോ? ഒരു മനുഷ്യന്റെ കോമൺ സെൻസ്, ഒരു മനുഷ്യന് മതം വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന യുക്തിയാണ്. അതായത് കോമൺ സെൻസ് വെച്ച് നോക്കിയിട്ടാണ് തീരുമാനം. ഞാൻ എന്റെ ഉമ്മയും വാപ്പയും മുസ്ലിമായണ്ടല്ലേ ഞാൻ മുസ്ലിമായ? പിന്നെ അതുകൊണ്ടല്ല ഞാൻ മുസ്ലിമായ. ഞാൻ ദൈവത്തെ പറഞ്ഞ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. എനിക്കത് എന്റെ മനസ്സിൽ അത് സ്വാധീനിച്ചിട്ടാണ്. ഓ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളിൽ ഒരുവനായിരുന്നു. ഞാൻ നിങ്ങളിൽ ഒരുവനായിരുന്നു കേട്ടിട്ട് മാറിയതാണ്. ആയിക്കോട്ടെ, അതിനൊന്നും ഒരു തടസ്സം ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ഇനി നിങ്ങൾക്ക് മാറാം, ഇനിയും മാറാം. എന്നിട്ട് പിന്നെ തിരിച്ചു വന്നാൽ തിരിച്ച് ഇനിയും വരാം. ഒരു കുഴപ്പമില്ല. ശരീരത്തിൽ നിന്ന് എന്തോ നഷ്ടപ്പെടുന്നു, നിങ്ങൾ ശാസ്ത്രലോകം കടന്ന് വട്ടം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചൊരു ഉത്തരം. നിങ്ങൾ ഇങ്ങനെ വിഷയത്തിന് തന്നെ മാറല്ലേ? ചോദിച്ച ചോദ്യം ഇതാണ്.
അപ്പൊ ഹദീസ് കേൾക്കൂ, നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ചെയ്യും, പ്ലീസ് സ്ലോ ഡൗൺ. ക്ഷമ ഈമാനിന്റെ ഭാഗമാണെന്നാ പറയുന്നത്. ഓക്കെ, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. വേണമെങ്കിൽ ഒരു 2 ഡീപ് ബ്രത്ത് എടുത്തോളൂ. ഓക്കെ. അപ്പോ ഹദീസ് എടുക്കാനും തള്ളാനുള്ള മാനദണ്ഡം യുക്തിയാണെന്നാണ് താങ്കൾ പറയുന്നത്. ദൈവത്തെ തിരഞ്ഞെടുക്കാൻ പറയാം യുക്തിയാണ്. ചോദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ. തോക്കിന്റെ ഇടയിൽ കയറി വെടിവെക്കരുത്. ഇല്ല. അപ്പോ ഇതേ യുക്തി ഖുർആനിന്റെ കാര്യത്തിൽ എടുക്കണോ വേണ്ടയോ? അപ്പോ നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തൊരു സംഗതി ഖുർആനിൽ കണ്ടാൽ നിങ്ങൾ അത് എടുക്കുമോ തള്ളുമോ? തള്ളും. ഖുർആൻ തള്ളും. ഖുർആൻ എങ്ങനെ തെറ്റ് വരാനാണ്? അല്ല, തെറ്റ് നിങ്ങൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ, നിങ്ങളൊരു തെറ്റ് ഖുർആനിലെ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് വിശദീകരിക്കേണ്ടത് അതിന് ഉത്തരം ഞാൻ ഈ നമ്പർ വാട്സപ്പിലൂടെ ഞാൻ അയച്ചുതരാം. നിങ്ങൾ ഏത് ആയത്തിന്റെ ഏത് അടിസ്ഥാനത്തിൽ ഏത് കാര്യത്തിൽ ഏത് കാലഘട്ടത്തിൽ ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണോ എന്തിനാണോ നിങ്ങൾ എന്ത് പറഞ്ഞാലും മറുപടി ഉത്തരവുണ്ട്. നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമില്ലാതെ തിരിച്ചു ഞാൻ പോകത്തില്ല. ശരി. അപ്പൊ എന്റെ ജീവിതം ഞാൻ മാറ്റി വെച്ചു. ഇനിയാണ് മക്കളെ ഗംഭീര രസം. മറ്റേ 7 ആകാശം ഉണ്ടെന്ന് പറയുന്നു. അതില് എത്രാമത്തെ ആകാശത്തിലാണ് നക്ഷത്രങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഖുർആൻ പ്രകാരം? എന്നാ ബാക്കി പറയട്ടെ മോനെ. അല്ല, ഇതിന്റെ ഉത്തരം പറയും. ഇതിനുത്തരം പറയാം. ഇതിന്റെ ഉത്തരം പറയും. ഏത് ആകാശം പറയാം. കേക്കൂ, ഇത് സുഹൃത്തെ, ഇത് കേക്കൂ. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറഞ്ഞു. അല്ലല്ല, ഇങ്ങോട്ട് കണക്ട് ആണോ നോക്കിയാൽ ആകാശത്ത് ആകാശത്തിന് ഖുർആൻ പ്രകാരം 7 ആകാശമുള്ളതിൽ എത്രാമത്തെ ആകാശത്തിലാണ് നക്ഷത്രം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? ആകാശത്ത് നക്ഷത്ര മണ്ഡലങ്ങളെ സൃഷ്ടിക്കുകയും അവിടെ ഒരു വിളക്ക് സ്ഥാപിക്കുകയും വെളിച്ചം പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രനെ തന്നവൻ പൂർണ്ണവനാവുന്നു. ഇങ്ങനെ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? വെളിച്ചം പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രനെ തന്നവൻ പൂർണ്ണവനാവുന്നു. ഇതാണ് ഖുർആൻ പറയുന്നത്. ഈ ചന്ദ്രൻ സ്വയം പ്രകാശിക്കത്തില്ലെന്ന് ഈ ശാസ്ത്രലോകം കണ്ടെത്തിയതാ. ചന്ദ്രനിൽ ബൾബ് കൊണ്ട് വെച്ചിരിക്കുക. കഴിഞ്ഞോ? ചന്ദ്രൻ ഒട്ടി ചെയ്താൻ എടുത്ത് എറിയാനുള്ളതാണ്, അല്ലെങ്കിൽ അതെടുത്ത് ഇതെറിയാനുള്ളതാണൊക്കെ ഉള്ള നിങ്ങളുടെ ആ ഒരു കോമഡി ഘട്ടം ഉണ്ടല്ലോ. അതാ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹാസ്യ രീതി ഉണ്ട് ഈ ഖുർആനൊക്കെ. ഇത് കോമഡി. നമുക്ക് ഇപ്പൊ സീതാരാമനെയും കൊണ്ട് കാട്ടിലോട്ട് പോകുന്ന പറയണേ എന്താ കഴിയുമ്പോ പറയും. അല്ല, ഞാൻ നിങ്ങൾ കഴിഞ്ഞോ? അല്ല ഇത്രയും കൂട്ടക്കൊല നടക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് നിങ്ങൾ അതിന്റെ ഫ്രണ്ടിൽ മറ്റേ ഇസ്രായേലിന്റെ കൊടിയൊക്കെ വെച്ചിട്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് നമുക്ക് വരാം. അപ്പൊ ഇതിനുള്ള ഉത്തരം തന്നോ? എത്രാമത്തെ ആകാശത്തിലാണ് ചന്ദ്രനെ നക്ഷത്രം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? ഉത്തരം തന്നില്ല. 1, 2, 3, 4, 5, 6, 7 ഇതിലേത് ആകാശത്തിലാണ് നക്ഷത്രം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? നോ ആൻസർ. കോയക്ക് മിണ്ടാട്ടല്ല. ഉത്തരം പറയൂ. നിങ്ങൾക്ക് കോടീശ്വരൻ. ഉത്തരം പറയൂ. ഉത്തരം പറയാന്ന് പറഞ്ഞാൽ എന്തിനാ ഈ പ്രപഞ്ചം ഉണ്ടാവുക? എത്രാമത്തെ ആകാശത്തിലാണ് നക്ഷത്രം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ വെറുതെ ഒറ്റമ്പോളം ഉണ്ടാക്കാൻ നമുക്കൊരു കാര്യമില്ല. ഫോൺ വെച്ച് പൊക്കോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉത്തരം പറയാം. നിങ്ങൾ വെറുതെ ഒറ്റമ്പോളം ഉണ്ടാക്കാൻ എന്നാ കിട്ടില്ല. ഒട്ടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള പദം പറയാം. അതൊക്കെ അവിടെ നിങ്ങൾ വേണേ പോയി വായിച്ചു. നിങ്ങൾ പോയി വായിച്ചു നോക്കുന്നേ. സൗകര്യമെടുത്ത് കാണിച്ചു തരാം. നിങ്ങളിതെല്ലാം പഠിച്ചിട്ടല്ലേ വെല്ലുവിളിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അറിയണല്ലോ. അപ്പൊ നിങ്ങൾ പറ, എത്രാമത്തെ ആകാശത്താണ് നക്ഷത്രങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? ഈ നിങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എത്രാമത്തെ ആകാശത്തിലാണ് നക്ഷത്രം ഇരിക്കുന്നത് പറയൂ. ഭൂമി ഓട്ടാപ്പക്ഷരം കാക്കി വെച്ചിരിക്കുന്ന തർക്കിച്ചേ കുറെ കാലം. എന്തോ ആവട്ടെ, എത്രാമത്തെ ആകാശത്താണ് നക്ഷത്രം പറയൂ. 1, 2, 3, 4, 5, 6, 7 നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. പറയൂ. ഇങ്ങനത്തെ ചോദിച്ചു കഴിഞ്ഞാൽ കോയപ്പെട്ട് അതെ പഠിച്ചിട്ടില്ലേ? അറിയില്ല. പഠിച്ചിട്ടില്ലല്ലോ. ഇങ്ങനത്തെ ചോദ്യം ഇങ്ങനെ ഒരു കറക്റ്റ് ചോദിച്ചാൽ എങ്ങനെ പറയാം? കറക്റ്റ് ചോദ്യമാണല്ലോ ഇത്. വളരെ കറക്റ്റ് ആണല്ലോ. പിൻ പോയിന്റ് ആയിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നാ അടുത്ത ചോദ്യം ചോദിക്കാം. സ്വർഗത്തിലെ ഹൂറികളുടെ മുല ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടോ അതോ പൊങ്ങി നിൽക്കുന്നതാണോ ഖുർആൻ പ്രകാരം? ഇതൊക്കെ ഖുർആനിലുള്ളതാണ് കേട്ടോ മക്കളെ. അതാണ് രസം. ഞാൻ പറഞ്ഞേക്കുന്നത്
ഞാൻ ചോദിക്കുന്നത് സ്വർഗത്തിലെ ഹൂറികളുടെ മുല ഒടിഞ്ഞു തൂങ്ങിയതാണോ പൊങ്ങിയതാണോ? അയ്യോ നിങ്ങളിപ്പോ ഇത് പറയുന്നത് നിങ്ങളിപ്പം എന്തുവാ വിശുദ്ധ കിതാബാണേ, അതിന്റെ ഉള്ളത്തെ സാധനങ്ങളായതൊക്കെ. ഞാൻ വളരെ ജെന്യൂൻ ആയിട്ടുള്ള എന്റെ സംശയം ഞാൻ വളരെ കുറെ നാള് കഷ്ടപ്പെട്ട് നടന്നതാണ്. ഇനി എങ്ങാനും സ്വർഗത്തിൽ പോകുമ്പോ ഒടിഞ്ഞു തൂങ്ങിയതാണോ ഇനി അവിടെയും കാണേണ്ടി വരിക എന്ന് വിചാരിച്ച് ഞാൻ ആകെ വിഷമിച്ച് നടന്നപ്പോഴാണ് ഞാൻ ഖുർആൻ വായിക്കാൻ ഇടയായതും എന്റെ മനസ്സ് ഉള്ളം തുടിച്ചു. ഓ അങ്ങനെ ആ ഹൂറികൾക്ക് വേണ്ടി ഞാൻ കുറെ നാള് ഇവിടെ പണിയെടുത്ത് നടന്നതാണ്. അപ്പൊ നിങ്ങൾ ഖുർആൻ പ്രകാരം ഹൂറികളുടെ മുല ഒടിഞ്ഞു തൂങ്ങിയതാണോ അതോ പൊങ്ങിയതാണോ പറ? അതെന്തിനാ പറഞ്ഞ ഒടിഞ്ഞു തൂങ്ങി കാണും അല്ലാത്താണ് താങ്കൾ ഏതാണോ ആഗ്രഹിക്കുന്നത് താങ്കൾക്ക് അതാണ് കിട്ടും. അങ്ങനെയല്ലല്ലോ ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഖുർആൻ പഠിച്ച വ്യക്തി നമ്മളെ വെല്ലുവിളിച്ചതാണ്. അപ്പൊ നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ പറ. നിങ്ങൾ പറഞ്ഞല്ലോ ഖുർആനിലെ മണ്ടത്തരങ്ങൾ പറഞ്ഞു തന്നാൽ എല്ലാത്തിനും ഉത്തരം പറയുന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചോദിച്ച ഉത്തരം പറ. ഖുർആൻ പ്രകാരം ഹൂറികളുടെ മുല ഒടിഞ്ഞു തൂങ്ങിയതാണോ പൊങ്ങിയതാണോ പറ? പൊങ്ങിയതും കാണും ഒടിഞ്ഞു തൂങ്ങിയതും കാണും. നിങ്ങൾക്ക് ഏതാണോ വേണ്ട ലൈഫ് ലൈൻ വേണമെങ്കിൽ എടുത്തു. അതല്ലേ ഞങ്ങൾ ഇത് ബേജാറിന്റെ അല്ല. നിങ്ങൾ പറഞ്ഞല്ലോ ആദ്യം നിങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞ മതമുണ്ട് കേട്ടോ. നിങ്ങൾ വെറുതെ ബേജാറ് ആനാജാന എന്ന് പറഞ്ഞൊരു കാര്യം ഇത് ബേജാറിന്റെ അല്ല. നിങ്ങൾ ചോദിച്ചല്ലോ ഇസ്ലാമിൽ എന്ത് കണ്ടിട്ടാ വിട്ടേന്ന്. ആ വിട്ട കാരണങ്ങളാണ് ഈ പറയുന്നത്. ഇതുപോലെയുള്ള ഓരോ ഊളത്തരങ്ങളാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് പോലും എഴുതി വെച്ചിട്ടില്ല. മര്യാദയ്ക്ക് എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചിട്ടില്ല. മര്യാദയ്ക്ക് എങ്ങനെയാണ് സ്വത്ത് വിഭജിക്കേണ്ടതെന്ന് എഴുതി വെച്ചിട്ടില്ല. എന്നാൽ വളരെ കൃത്യമായിട്ട് മുല ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല എന്നതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ഇസ്രായേലോ? ശാസ്ത്രത്തിൽ അല്പജ്ഞാനം ആയിക്കോട്ടെ. ജ്ഞാനം ഒരു ഏകദേശം. അപ്പൊ നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? ഉത്തരവുണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? നീ സ്വർഗത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? എന്താ ഉത്തരവാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? സ്വർഗത്തിലെ ഹൂറിയുടെ മുല ഒടിഞ്ഞു തൂങ്ങിയിട്ടാണോ അതോ പൊങ്ങിയിട്ടാണോ? വൃത്തികെട്ടാവണത് ഇത് ഖുറാനിൽ എഴുതി വെച്ച അറബിയിൽ എഴുതിയ സാധനം വായിക്കുമ്പോ അപ്പൊ ഖുറാൻ വൃത്തികെട്ടെന്ന് നീ പയ്യൻ പറയാട്ടോ. അത് എവിടുത്തെ ന്യായാണ്? എനിക്കിപ്പോ അറബി പറയാൻ പറ്റുമോ? ഞാൻ മലയാളി അല്ല. എനിക്ക് മലയാളത്തിലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറ. സ്വർഗത്തിലെ ഹൂറിയുടെ മുല ഒടിഞ്ഞു തൂങ്ങിയിട്ടാണോ അതോ പൊങ്ങിയിട്ടാണോ പറ. അതല്ല നിങ്ങൾ ഹൈത്തമായിട്ട് സംസാരിച്ചപ്പോ ചോദിക്കാനാ? അത് ഹൈത്തമിന്റെ അടുത്ത ആവശ്യത്തിന് വേറെ ചോദ്യം വേറെ ഉണ്ടായിരുന്നല്ലോ അവിടെ. അത് പോട്ടെ. ഇത് നിങ്ങൾ പറ. ഇത് നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറ. ഉത്തരം ഉണ്ടെങ്കിൽ പറയും. ചോദ്യത്തിന് ഉത്തരം എനിക്ക് രാവിലെ പോകേണ്ടതാണ്. നിങ്ങൾക്ക് സുബഹി നിസ്കരിക്കണ്ടേ? അപ്പൊ നേരത്തെ കിടന്ന് ഉറങ്ങണ്ടേ? തഹജ്ജുദ് നിസ്കരിക്കണ്ടേ? എന്തിനാ താജ്ജുദ്? നമ്മൾ തോന്നുമ്പോ നിസ്കരിക്കും. നമ്മൾ താജ്ജുദ് തോന്നുമ്പോ നിസ്കരിക്കും. തോന്നുമ്പോ ഓക്കെ. അങ്ങനെയാണോ സുന്നത്തൊക്കെ? ഞാനൊക്കെ എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സാധനമാണ് തഹജ്ജുദ്. ഒരു സുന്നത്ത് പോലെ ഞാനോ നിങ്ങളെ സുജൂദ് ചെയ്തില്ലെന്ന് പറഞ്ഞു, ഞാനോ നിങ്ങളെ നിസ്കരിച്ചില്ലെന്ന് പറഞ്ഞു, ഞാനോ നിങ്ങളെ തക്കാത്ത കൊടുത്തില്ല അള്ളാഹ് സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹ്ക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും സംഭവിക്കാൻ പാടില്ല. അള്ളാഹ് ഉണ്ടെങ്കിൽ അള്ളാഹിന് എന്തെങ്കിലും സംഭവിക്കില്ല. അത് വേറെ കാര്യം. പോട്ടെ. ഞാൻ ചോദിച്ചത് ഉത്തരണ്ടെങ്കിൽ നിങ്ങൾ ഖുർആനിലെ മണ്ടത്തരം ഒരെണ്ണെങ്കിൽ ഒരെണ്ണം പറയും. ഞാൻ രണ്ടെണ്ണം പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോഴും ഉത്തരവില്ല. ഇനി വേണോ മണ്ടത്തരം? എന്ത് ഉണ്ടാവണമെങ്കിൽ എന്റെ പൊന്നാരിക്കും. നിങ്ങൾ ഒരു കാര്യം, ഇതിപ്പോ ഞാനിത് ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഈ ഹൂറിയുടെ കാര്യമല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെപ്പോഴാ നിങ്ങൾക്ക്? നിങ്ങൾ എന്തിനാ തിരിച്ച് ഇസ്ലാമിലേക്ക് പോയത്? നിങ്ങൾ അടിമത്തികളെ പോയിച്ച് ഇടക്കെട്ട് കെട്ടി അവിടെ നിങ്ങൾ തിരിച്ച് ഇസ്ലാമിലേക്ക് പോയത് കിട്ടി. അതല്ല ആരിപ്പത്ര സംസാരം. നിങ്ങൾ തിരിച്ച് ഇസ്ലാമിലേക്ക് പോയത് എന്തിനാ? തിരിച്ച് ഇസ്ലാമിലേക്ക് പോയത് എന്തിനാ? ഏകനാണെന്ന് മനസ്സിലായതുകൊണ്ട്. അതുകൊണ്ട് ആയിക്കോട്ടെ. എന്നിട്ട് പോയി നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത് ഇസ്ലാമിലേക്ക് വന്നത്? എന്താണ്? മനസ്സമാധാനം. സമാധാനം. അപ്പൊ ബാക്കിയുള്ള മതങ്ങളിലുള്ള ആളുകൾക്കൊന്നും സമാധാനം ഇല്ലേ? സമാധാനം രണ്ട് രീതിയിലുണ്ട്. ഇപ്പൊ ചെകുത്താനെ ആരാധിക്കുന്ന ലൂസിഫറിനും സമാധാനമില്ല. അവരാരാധിക്കുന്നവർക്ക് അവർക്ക് സമാധാനത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. വ്യാജമായതുകൊണ്ട് ശരിയായതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഈ ദവാ പ്രവർത്തനത്തിന് നടക്കുന്നത്? എല്ലാവർക്കും അവരുടെ സമാധാനം ഉണ്ടെങ്കിൽ അത് അങ്ങനെ നടന്നാൽ പോരെ. നിങ്ങൾ ഈ ദവാ പ്രവർത്തനത്തിന് എന്തിനാണ് നിങ്ങൾ ആ ക്രിസ്തുമതത്തിൽ നോക്കി കഴിഞ്ഞാൽ ക്രിസ്തുമതത്തിൽ പലയിടത്തും മൊബൈലുകൾ ആഗമനത്തെ വെച്ച് പറയുന്നുണ്ട്.
നബിസ്വല്ലാസിനെ പറ്റി വളരെ വ്യക്തമായിട്ട് നബിസ്വല്ലാസിനെ പറ്റി പറയുന്നു. അതൊക്കെ ചുമ്മാ നിങ്ങൾ തള്ളിവിടുന്നതാണ്. അത് ക്രിസ്ത്യാനികളൊക്കെ ഡിബങ്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതൊക്കെ വിട്. അതൊക്കെ ഞാൻ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവർ സ്വമേധയായിരിക്കും മാത്രം സംസാരിക്കും. കോയ എല്ലാം എഴുതി പഠിച്ച് പോയിരിക്കട്ടാ. കോയയുടെ ഈ വാക്സാമർത്ഥ്യല്ല, കോയയുടെ ആ വീണ് കിടന്ന് ഉരുളലുണ്ടല്ലോ, ആ ഉരുളൽ കേൾക്കാൻ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള സംഭവമാണ്. ഇനി ബാക്കി കുറച്ചുകൂടി ഉണ്ട്, അവസാനിക്കാറായിട്ടോ. ഇതൊന്നും കേട്ട് നോക്കാം. ഒരു കോള് വന്നതുകൊണ്ട് ക്ഷമിക്കണം. ഇതൊക്കെ നിങ്ങൾ വേറെ വല്ല ഈ ക്രിസ്ത്യാനികളുടെ അടുത്ത് പോയി സംസാരിക്കുന്നു. ഞാൻ എക്സ് മുസ്ലിമാണ്. നിങ്ങൾ ഇതിന് ഉത്തരം പറ. നിങ്ങൾ എന്തിനാ ഇസ്ലാമിലേക്ക് വന്നത്? സൃഷ്ടിച്ചത് ഇസ്ലാമിലേക്ക് മടങ്ങാൻ. എന്നിട്ട് മടങ്ങിയിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോണ എന്താണ്? അവസാനം സമാധാനത്തെ പരസ്പരം സ്നേഹിച്ച് മരിക്കും. മരിച്ചു കഴിഞ്ഞിട്ട് കബറി പോവും. കബറി പോയിട്ട് ചോദ്യം വരും. ചോദ്യം വന്നപ്പോ നിന്റെ നന്മതിന്മകളെ പറ്റി ചോദിക്കും. എന്നിട്ട് ത്രാസളക്കും. എന്നിട്ട് സ്വർഗത്തിൽ പോകേണ്ടത് സ്വർഗത്തിൽ സ്വർഗത്തിലേക്കാണോ പോകേണ്ടത്, നരകത്തിലേക്കാണോ പോകേണ്ടത്? ഞാൻ വിളിക്കുന്ന എന്തായാലും സ്വർഗത്തിലേക്കായിരിക്കുമല്ലോ. അവന്റെ ആഗ്രഹം, അവര് സന്തോഷം കിട്ടുന്ന താങ്കൾക്ക് എങ്ങോട്ട് പോകണമെന്ന ആഗ്രഹം? സ്വർഗത്തിൽ പോകാനായിരിക്കും. സ്വർഗത്തിൽ എന്താ ഉള്ളത്? സമാധാനം. സമാധാനമാണുള്ളത്. സമാധാനം വേണ്ട. സ്വർഗത്തില് അപ്പൊ സ്വർഗത്തിൽ പോയാലേ സമാധാനം കിട്ടുള്ളൂ. സ്വർഗത്തിൽ നരകത്തിൽ പോലെ എങ്ങനെ സമാധാനം കിട്ടുന്നത്? ശരീരം നോവുമ്പോൾ എങ്ങനെ സമാധാനമാവുന്നു? സ്വർഗത്തിൽ അപ്പം ശരീരത്തിന് സുഖം തരുന്ന എന്ത് സാധനമുള്ള സ്വർഗത്തില്? സ്വർഗത്തിൽ വേദന തരാത്ത എന്ത് സാധനമാണ് സ്വർഗത്തിലുള്ളത്? ചൊറിയുന്നിടത്ത് മാന്തപ്പം നല്ല സുഖമാണ് ബഷീർ പറഞ്ഞിട്ടുണ്ട്. അതാണ് സുഖമൊന്നും ഭൂമിയിലില്ല. സ്വർഗത്തിൽ എന്താ ഉള്ളതെന്ന് പറയൂ, നിങ്ങൾക്ക് സുഖം തരാൻ. സ്വർഗത്തിൽ സുഖം തരാനും ഇത് തരാനും മദ്യം വേണം. അതിന്റെ ആവശ്യമില്ല. സമാധാനം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ, നിങ്ങൾക്ക് സുഖം തരാൻ സ്വർഗത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? അള്ളാഹുവോട് എന്തൊക്കെയാണ്? അത് മദ്യപ്പുഴ കാണും, അവിടെ ഹൂറിലിങ്ങൾ കാണും. നിങ്ങൾക്ക് അപ്പൊ സ്വർഗത്തിൽ എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഹൂറിനെ കുറിച്ച് പറയാം. ആ ഹൂറിയുടെ മുല ഒടിഞ്ഞു തൂങ്ങിയിട്ടാണോ പൊന്തിയിട്ടാണോ എന്ന് ഞാൻ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് വലിയ പ്രശ്നം. അത് പള്ളി പോയി പറഞ്ഞാൽ മതി. ഓക്കെ, ഇത്രയും നമ്മൾ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ഏതൊരു മുസ്ലിമിന്റെ അടുത്തും നിങ്ങൾ ഏത് മുസ്ലിമിന്റെ അടുത്തും എന്താണ് നിങ്ങൾ ആത്യന്തികമായിട്ട് പ്രതീക്ഷിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു ഹൂറി. അതിനപ്പുറത്തേക്കും ഇല്ല ഇപ്പുറത്തേക്കും ഇല്ല. നിങ്ങൾ വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കുനിഞ്ഞു നിൽക്കുന്നതായാലും നിങ്ങൾ നിവർന്നു നിൽക്കുന്നതായാലും മലർന്നു കിടക്കുന്നതായാലും കമന്ന് കിടക്കുന്നതായാലും എല്ലാം ഹൂറികൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയും പ്രശ്നം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന കേൾക്കൂ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനെ കുറിച്ച് ആലോചിച്ചിട്ടല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ഹൂറികൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ സൂയിസൈഡ് ബോംബിങ് ഇത്ര മാത്രം ഇസ്ലാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മോനൊരു കാര്യം, ആരാണ്ട് 4 പൊട്ടിത്തെറിച്ചെന്ന് 99% ആൾക്കാർ പൊട്ടിത്തെറിച്ചും പറഞ്ഞ 1% ആൾക്കാരുണ്ട് സത്യം മനസ്സിലാക്കി വരുന്നത്. അവർ എന്നെ പോലുള്ളവര് ഖുർആൻ എന്താണോ പറയുന്നത് അത് ആ രീതിയൊന്നുമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇക്കാളെ വീക്ഷണം ഇക്ക കണ്ട ഈ നക്ഷത്രം എത്രാമത്തെ ആകാശത്തിലാണ് അവിടെ വെച്ചിരിക്കുന്നത്? 1-ാമത്തെയാണോ 2-ാമത്തെയാണോ 3-ാമത്തെയാണോ 4-ാമത്തെയാണോ 5-ാമത്തെയാണോ 6-ാമത്തെയാണോ 7-ാമത്തെയാണോ? പറയൂ. 7-ാമത്തെ അല്ല, യു ആർ റോങ്. നിങ്ങൾക്ക് മില്യൺ നമ്മളുടെ ക്രോർപതി നിങ്ങൾക്ക് ആവാൻ കഴിയില്ല. നിങ്ങൾ പുറത്തായിരിക്കുന്നു മത്സരത്തിൽ. അപ്പൊ പോയിട്ട് ശരിക്കും പഠിക്കും. അപ്പൊ എന്തായാലും ഇനി സ്വതന്ത്രനാണെന്ന് പറഞ്ഞ് നടക്കരുത്. ഞങ്ങൾക്ക് നാണക്കേടാണ്. ഓക്കെ, നിങ്ങൾ സ്വതന്ത്രനായിരുന്നു എന്ന് പറഞ്ഞ് നടക്കരുതെന്ന്. നമുക്ക് നാണക്കേടാന്ന്. ഇതൊന്നും അല്ല. നിങ്ങള് ഇത് മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ തോന്നുന്ന പോലെ യുക്തി ഉപയോഗിച്ചിട്ട് സഹീഹായിട്ടുള്ള ഹദീസ് വരെ തള്ളുന്നു പറഞ്ഞ ടീമാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ കാക്കാമാരെ നിങ്ങൾ തട്ടും. അപ്പൊ വെറുതെ അതൊന്നും പറഞ്ഞ് നടക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഈ അസമയത്ത് വിളിച്ച് ശല്യം ചെയ്തതിന് വലിയ നന്ദി. അപ്പൊ ഒരു സമയം വെച്ച് നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് വായിച്ചിട്ട് വേണം വിളിക്കാൻ. അതാണ് ധാർമ്മികത. അതുപോലെ നിങ്ങൾ കാണിച്ചിട്ടില്ല. മനസ്സിലായോ? മൊറാലിറ്റിയെ പറ്റി ഞാനേ സംസാരിക്കും. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. എങ്ങനെ സംസാരിക്കാൻ പറ്റും? എന്താ പറയണ്ടെന്ന് പറയും. ഏതിലെ മൊറാലിറ്റിയാണ് ഞാൻ പറയണ്ടത്?
ഞങ്ങൾക്ക് എന്താ മൊറാലിറ്റി പറ്റി സംസാരിക്കാൻ പറ്റില്ല, ധാർമ്മികതയെ പറ്റി ഞങ്ങൾക്കല്ലേ സംസാരിക്കാൻ ആവശ്യമുള്ള. നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, ബാക്കി ആൾക്കാരുടെ സന്തോഷം നോക്കിയാൽ പോരെ. നിങ്ങൾക്ക് അടിമപ്പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ബോയിക്കാം, സമ്മതം വേണോ, കൺസെന്റ് വേണോ അടിമപ്പെണ്ണിനെ ബോയിക്കാം? വേണോ? അപ്പൊ നിങ്ങൾ മുത്തലാഖ് കല്യാണം എന്ന് പറഞ്ഞിട്ട് പെയ്ഡ് സെക്സ് നടത്തുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? അപ്പൊ നിങ്ങൾക്ക് മാതാവിനെ പോയിക്കാൻ പറ്റും, പെങ്ങളെ പോയിക്കാൻ പറ്റും, എല്ലാം അങ്ങനെയാണെങ്കിൽ ആദമും ഹവ്വയും അല്ലേ ആദ്യത്തെ ഈ ഉമ്മാനെയും പെങ്ങളെയും മക്കളെയും ഈ അനിയത്തിനെയൊക്കെ പോയിട്ട് നടന്നിരുന്നത്? അത് മതത്തിൽ നിന്നല്ലേ വന്നത്? എന്റെ പൊന്നു സഹോ, അത് ആ കാലഘട്ടത്തിന്റെ പടച്ചോനെ ഒരു 2 ആദമിനെ ഹവ്വേനെ ഉണ്ടാക്കിയിരുന്നു. ഈ ആ കാലഘട്ടത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് നിൽക്കുന്നത് എല്ലാം ഗതികേടുണ്ടാവുമായിരുന്നു എന്റെ പൊന്നു സഹോദരൻ. ഒരു 10 ആദമിനെ ഒരു 10 ഹവ്വേനെ ഉണ്ടാക്കിയ പോരായിരുന്നോ? ആദമിനെ ഹവ്വേനെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന് ഇമ്പത്തി ഒരു തെറ്റായിരുന്നു അറിയില്ലായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അള്ളാഹുവിന് ഇൻട്രസ്റ്റ് ഒരു തെറ്റല്ല. നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയിട്ട് വേണമെങ്കിൽ പോയിക്കാം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. നിങ്ങൾക്ക് വ്യഭിചാരത്തിലൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ നിങ്ങൾക്ക് ഇവിടെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ധാർമ്മികത പറയാൻ നിൽക്കരുത്. ഓക്കെ? അപ്പൊ എന്തായാലും ഈ ഒരു മെസ്സേജ് അയച്ചിട്ട് അതിനകത്തുള്ള കാര്യം പോലും നോക്കിയിട്ട് ആക്ട് ചെയ്യാൻ പറ്റാത്ത താങ്കളാണ് ധാർമ്മികതയെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പോയി കിടന്നുറങ്ങും. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതുപോലുള്ള ടോമി സെബാസ്റ്റ്യന്മാർക്കൊക്കെയുള്ള മറുപടി സത്യത്തിൽ ആരിഫ് ഹുസൈൻ സാർ ചെയ്ത ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഭഗവത്ഗീതയിലെ ഉള്ളിലുള്ളത് എന്താണ് എന്ന് നോക്കാതെ പച്ചയ്ക്ക് വെറുതെ ആവശ്യമില്ലാതെ തെറിയാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് ഇസ്ലാമിക ജിഹാദികളുടെയും കമ്മ്യൂണിസ്റ്റ് നരഭോജി വർഗത്തിന്റെയും ഒക്കെ കയ്യടി നേടുക, അതല്ലെങ്കിൽ ഭാരത സംസ്കാരത്തെ ഇകഴ്ത്തി കാണിക്കുക വഴി ഭാരത ശത്രു രാജ്യക്കാരുടെ കയ്യടി നേടുക, അവിടെ നിന്നും കിട്ടുന്ന വല്ല നക്കാപ്പിച്ച് നക്കിക്കൊണ്ട് കുടുംബത്തെ തീറ്റിപ്പോറ്റുക, ഇതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ആരിഫ് ഹുസൈൻ സാർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഓഡിയോ പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ആണത്. ആ വീഡിയോ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റായി പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഞാനിത് ഓഡിയോ കേൾപ്പിച്ചതാണ്. അപ്പൊ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ ലൈവ് പ്രോഗ്രാം ആണ്, ഞാൻ ലൈവ് വീഡിയോസ് മാത്രമേ ചെയ്യാറുള്ളൂ. പലരും എന്താണ് വീഡിയോയ്ക്ക് ഇത്ര ക്ലാരിറ്റി കുറവ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറയും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം നമ്മൾ ലൈവ് ചെയ്യുക, അത് എഡിറ്റ് ചെയ്ത് എന്നെ സുന്ദരകുട്ടപ്പനാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്താണോ അത് അതേ രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. ചിലപ്പോൾ കുറച്ച് ലെങ്ത് കൂടി എന്ന് വരാം. ആ ലെങ്ത് കൂടുന്നതിൽ പലരും പരാതി പറയുന്നത് കണ്ടിട്ടുണ്ട്. അത് സദയം ക്ഷമ ചോദിക്കുകയാണ്. ലൈവ് ആയതുകൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ഇത്ര മിനിറ്റ് കൊണ്ട് ഇത്ര സെക്കൻഡ് കൊണ്ട് നിർത്തണം എന്നുള്ള സിസ്റ്റം ഒന്നും നമ്മൾക്കില്ല. നമ്മുടെ ലൈവ് പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് കാണുന്നവർ കാണുക, അല്ലാത്തവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് നിർദാക്ഷിണ്യം ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോയുടെ ആരിഫ് ഹുസൈൻ സാറിന്റെ ചാനലിലെ ഈ വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. വീണ്ടും പറയുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.